ഈ ഫൈൻ സാൻഡിലൂടെ കൂടുതലും ടർബിഡിറ്റിയും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോകണം കേട്ടോ. അടുത്തത് നമ്മളെ കെറ്റ്ലോക്സിലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാ. ഓക്കെ, നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന അതേ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതാണ് അയൺ റിമൂവർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ആക്ടിവേറ്റഡ് കാർബൺ കേട്ടോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു 13.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മളാ ഫുള്ള് സെറ്റിങ് കഴിഞ്ഞിട്ടാ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ്. കണക്ഷൻ പറഞ്ഞേക്കണ കണ്ടല്ലോ, ഇപ്പൊ മോളിൽ തന്നെയാണ് കണക്ഷൻ എടുത്തിട്ട് മോളിൽ തന്നെ റിട്ടേൺ നമ്മൾ കൊടുത്തേക്കണ്ട. കാരണം പണ്ടത്തെ ഒരു പ്ലംബിങ്ങും കാര്യങ്ങളും 10 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പൊ അന്നത്തെ ഫിറ്റിങ്ങും കാര്യങ്ങളാണ്. അപ്പൊ ഒന്നിന്റെ കണക്ഷൻ കൊടുത്തേക്കണം. നമ്മ 1.5 വാൽവ് എടുത്തേക്കണം കേട്ടാ. ഇനി ഭാവിയിൽ ഇത് 1.5 പൈപ്പ് ആക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ കട്ട് ചെയ്യുക, 1.5 പൈപ്പ് അങ്ങോട്ട് കയറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്തത് ബാക്ക് വാഷിങ് ഉണ്ടാ. അപ്പൊ ബാക്ക് വാഷ് ചെയ്യാൻ പോണ്. നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ, മോളിൽ തന്നെ ഉള്ളു. അപ്പേ നമ്മളെ ബാക്ക് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ റിൻസീൽക്ക് ഇട്ടേക്കണ്. റിൻസീൽക്ക് ഇട്ടിട്ട് വെള്ളത്തിന്റെ ക്ലിയർ ആണ് കേട്ടാ. ഇവിടെ വെള്ളത്തിന് ക്ലിയർ കാണിക്കാൻ മാത്രം വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അധികം. ചെറിയൊരു അയൺ കണ്ടന്റിന്റെ പ്രശ്നമുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയാ വെള്ളത്തിന്റെ അവസ്ഥ നോക്കിയാ അല്ല, ഇതിന് പൈപ്പിന്റെ ഉള്ളിലെ അയണിന്റെ പ്രശ്നം. വെള്ളത്തിനൊന്നും ഒരു സ്പീഡ് കുറവില്ല കേട്ടോ. നല്ല സ്പീഡിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. അവിടെ നമ്മൾ 1 ഇഞ്ചിന്റെ പൈപ്പിന് കൊടുത്തേക്കണ്ട. അവിടെ 1 ഇഞ്ചിന്റെ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ അതേ സ്പീഡ് തന്നെ, മുമ്പുണ്ടായ അതേ സ്പീഡ് തന്നെ ഇപ്പോഴും വെള്ളം വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മളെ റിസൾട്ട് കേട്ടാ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ മുന്നേ കാണാം കേട്ടോ. ഓക്കെ, ബൈ.